സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ 2. സ്ട്രേഞ്ചേഴ്സ് സിനിമ ഫ്രാഞ്ചൈസിലെ നാലാമത്തെ സിനിമയാണ് സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ 2. നാലാമത്തെ എന്ന് പറയുമ്പോൾ പോലും ഇതൊരു ഓർഡറിലല്ല, സ്റ്റോറി കണ്ടിന്യൂഷൻ അല്ല ഇതുവരെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ സിനിമ ഇറങ്ങിയത് ഐ തിങ്ക് 2008 തോന്നുന്നു. നോക്കട്ടെ. സ്ട്രേഞ്ചേഴ്സ് 1 അടിച്ചപ്പം ചാപ്റ്റർ 1 വരുള്ളൂ. 2008, അതെ, 2008 ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് റിലീസായത്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ കണ്ടതാണ്. അത്യാവശ്യം നല്ല പടം തന്നെയാണ്. ഒരു സ്ലാഷർ. നമ്മളെ കാസ്റ്റിങ്ങൊക്കെ ഇതൊന്നും അവരെ കാരണമൊന്നും എനിക്കറിയില്ല. എനിവേ, അതിനുശേഷം സ്ട്രേഞ്ചേഴ്സ് പ്രേ അറ്റ് നൈറ്റ്, അതെനിക്ക് നല്ല ടൈറ്റിൽ നല്ല ഓർമ്മയുണ്ട്. കാരണം അത്യാവശ്യം നല്ല പടമായിരുന്നു അത്. ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു 2008 മേക്കിംഗ് ക്വാളിറ്റിയൊക്കെ ഒരു ബിലോ ആവറേജ്. പക്ഷേ ഇത് വളരെ നല്ലൊരു, ഈ മൂവി ഫ്രാഞ്ചൈസിലെ വൺ ഓഫ് ദ ബെസ്റ്റ്. ആകെ 4 ഉള്ളൂ. സോ വൺ ഓഫ് ദ ബെസ്റ്റ്. എനിവേ, ഇതിൻ്റെ കാസ്റ്റ് ലിസ്റ്റ് പോയാലും നമ്മുടെ ഇവരുണ്ട്. തണ്ടർ ബോൾട്ടിലെ നമ്മളെ ലൂയിസ് പുൾമാൻ, ഇവരാണ് നമ്മുടെ ഇവരാരായിട്ടാണ് വന്നത് ഗൈസ്. സെൻട്രി ആയിട്ട് വന്ന ചെക്കനുണ്ട്. അതിനുശേഷം സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ 1 വന്നു. സത്യം പറയാനും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇവന്മാർ ഇതിൻ്റെ പേര് തന്നെ ചാപ്റ്റർ 1 എന്നിട്ടപ്പോൾ ഞാൻ ആലോചിച്ചല്ല, എന്തിനാ ഇങ്ങനെ പേരിട്ടത്? ഈ പടം ഹിറ്റാവുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഇറക്കിയാൽ പോലെ, അല്ലാതെ ചുമ്മാ അങ്ങ് പേരിടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാനത് ചിന്തിച്ചിട്ടായിരുന്നു. ബട്ട് ദേ ഹാഡ് എ സ്റ്റോറി, അതുകൊണ്ടായിരിക്കാം ചാപ്റ്റർ 1 എന്ന് പേരിട്ടത്. സോ എനിക്കൊട്ടും ഇഷ്ടമായില്ല. ബിലോ ആവറേജ് ആയിരുന്നു. പ്രത്യേകിച്ച് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആയാലും പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. ഒരു ഹോം ഇന്നോവേഷൻ, പിന്നെ നടക്കുന്ന കത്തിക്കുത്തും അടിയും ഇടിയൊക്കെ തന്നെയുള്ളൂ. പക്ഷെ സെക്കൻഡ് പാർട്ട് അങ്ങനെയല്ല. ജലദോഷമുണ്ട്, ഒന്നും ഉപയോഗിക്കരുത്. സെക്കൻഡ് പാർട്ട് അങ്ങനെയല്ല. ഇതുവരെ ഇറങ്ങിയ ഈ 3 പടങ്ങൾ, ഇതിന് മുമ്പ് ഇറങ്ങിയ ഈ സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ 2 മുമ്പ് ഇറങ്ങിയ സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ 1 ആയാലും സ്ട്രേഞ്ചേഴ്സ് പ്രേ അറ്റ് നൈറ്റ് ആയാലും സ്ട്രേഞ്ചേഴ്സ് 2008 ആയാലും അതിലൊന്നും ഇതിൻ്റെ ബാക്ക് സ്റ്റോറിയോ ഈ മാസ്ക് വെച്ച ആൾക്കാർ ആരാണെന്നോ ഒന്നും പറയുന്നില്ല. അവരിങ്ങനെ വരുന്നു, കൊല്ലുന്നു, പോകുന്നു. അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് പോവായിരുന്നു. ഇത്തവണ അങ്ങനെയല്ല. ഇതാരാണ്, ഇവരെ പിന്നിൽ ആരാണ് എന്നുള്ളൊരു, ഈ മാസ്കിന് പിന്നിൽ ആരാണെന്നുള്ളതിൻ്റെ ഒരു ചോദ്യചിഹ്നം, അതിനൊരു ഉത്തരം അത് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ തുടക്കവും അവസാനം. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അത്യാവശ്യം നല്ല സ്റ്റോറി ഉണ്ട്, മേക്കിംഗ് നന്നായിട്ടുണ്ട്. ആക്ട്രസ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പേര് മെഡലൈൻ പെറ്റ്സ്. അമേരിക്കൻ പേര് തന്നെയാണ്, നോക്കട്ടെ. അമേരിക്കൻ ആൻഡ് സൗത്ത് ആഫ്രിക്കൻ ആക്ട്രസ്, അതാണ് ആ പേര് ഇങ്ങനെ കിടക്കുന്നത്. എനിവേ, ഈ ചാപ്റ്റർ 2 അത്യാവശ്യം നല്ല അഭിനയമാണ്. ഐ ലൈക്ക് ഇറ്റ്. പിന്നെ ബാക്കിയുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇവൻ കൊള്ളാം. ഗബ്രിയൽ ബാസോ. ഈ ഒരു ചാപ്റ്ററിലാണ് ഐ തിങ്ക് ഒരു വെറൈറ്റി ഒരു കൊണ്ടെന്ന് വെച്ചാൽ, ഈ കഥയൊക്കെ നടക്കുന്നത് ഈ ഒരു പെണ്ണിൻ്റെ മൈൻഡിലാണോ എന്നൊരു സംശയം കൂടി ജസ്റ്റ് ഒരു സ്റ്റോറിയിൽ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. ഈശ്വര, സ്പോയിലറായോ? പക്ഷേ അങ്ങനെ നടക്കുന്നൊന്നുമില്ല. ആക്ച്വലി അവർ കില്ലേഴ്സ് ഉണ്ട്. പക്ഷേ ആ കില്ലേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യം ഇവൾ സ്വയം ചിന്തിക്കുന്നതാണോ, ലൈക്ക് സൈക്കോളജിക്കൽ ത്രില്ലർ ആക്കാൻ പോവുകയാണോ ഈ കഥ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നും. പിന്നെ റിവ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ 2.3 ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ഈശ്വര, എന്താ റോജർ എബേർട്ട്, IMDb, റോട്ടൻ ടൊമാറ്റോസ് ഒക്കത്തിലും മോശമാണ്. പക്ഷേ ചാപ്റ്റർ 1 കണ്ടവർക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു ചാപ്റ്റർ. ലൈക്ക് നോക്കാം നെഗറ്റീവ് റിവ്യൂസ് ഇട്ടവന്മാർ എന്താ പറയുന്നത്. സ്ട്രേഞ്ചർ ചാപ്റ്റർ 1 വാസ് റിലീസ്ഡ് ടു abysmal reviews. Sadly it was just first. നോക്കട്ടെ ഗൈസ്, റിവ്യൂ നോക്കട്ടെ. ഈ ചാപ്റ്റർ 1 കാണുക, ചാപ്റ്റർ 2 കാണും, ഇഷ്ടപ്പെടും. ഈ ഒരു പാർട്ടിൽ സാധാരണ ഈ ഹൊറർ മൂവീസ് ഒന്നും ചെയ്യാത്തൊരു പരിപാടിയാണ്. പക്ഷേ സാധാരണ ഒരു വ്യത്യസ്തത ഇവർ കൊണ്ടുവന്നു. ഒരു ക്രെഡിറ്റ് സീൻ ഉണ്ട്, പേര് കാണിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് സീൻ എന്ന് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ വെച്ച് ട്രെയിലർ, തേർഡ് പാർട്ടിൻ്റെ ഒരു ട്രെയിലർ സത്യം പറഞ്ഞാൽ ഈ സെക്കൻഡ് പാർട്ടിൻ്റെ ട്രെയിലറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി നല്ല ഐഡിയ ആണ്. പിന്നെ ഓവറോൾ ഒരു നല്ലൊരു ഹൊറർ പടം. ലൈക്ക്, സോറി ഗൈസ്, പെട്ടെന്നൊരു കോൾ വന്നുകൊണ്ടാണോ ഞാൻ ഇതുവരെ പറഞ്ഞത് ജസ്റ്റ് കട്ടാക്കിയിട്ട്
ബാക്കി പറയേണ്ടി വന്നു. എനിവേ അപ്പം ചാപ്റ്റർ 1 കാണുക, ഇഷ്ടപ്പെട്ടില്ല എന്നറിയാം. എന്നിട്ട് ചാപ്റ്റർ 2 കാണുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ എന്താ, ഇതിൻ്റെ 3rd പാർട്ട് റിലീസ് ഡേറ്റ് ഉണ്ടോ എന്ന് നമുക്കാദ്യം നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഓൾമോസ്റ്റ് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. ഏർലി 2026 എന്നാണ് പറയുന്നത്. അവിടെ ഉണ്ട് സൂമിങ് ഉണ്ട്. ഓക്കെ, ഏർലി 2026. സോ നമുക്കൊരു ജാനുവരി ടു മാർച്ച് ആ ഒരു ടൈമിലായിരിക്കാം ഉണ്ടാവുക. അപ്പോൾ എനിവേ കണ്ടു നോക്കുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.